ഏറെ ആശ്വാസകരം എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഇസ്രയേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. ഹിസ്ബുള്ളക്ക് നേരെയും ലെബനാന് നേരെയും വീണ്ടും ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയതോടെ ആ കരാർ ലംഘിക്കപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ച് ഹിസ്ബുള്ളയും തിരിച്ചടിച്ചിരിക്കുന്നു. ഏത് വെടിനിർത്തൽ കൊണ്ടുവന്നാലും ഇസ്രയേൽ ചതിക്കും. കാരണം അവരുടെ പേര് ഇസ്രയേൽ എന്നാണ്. അതുകൊണ്ട് തന്നെ രാജ്യാന്തര മര്യാദകളോ യുദ്ധമര്യാദകളോ മാന്യതയോ ഇസ്രയേലിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല. ഏറെ സന്തോഷത്തോടെ നാം കേട്ടിരുന്ന ഒന്നാണ് ഇസ്രയേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ. രണ്ടു ചേരികളും പരസ്പരം ആയുധങ്ങൾ താഴെ വെക്കണം. 60 ദിവസത്തിനകം ലെബനാൻ മണ്ണിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പുറത്തു കടക്കണം. പരസ്പരം ആക്രമണമോ പ്രത്യാക്രമണമോ പാടില്ല. അമേരിക്കയും ഫ്രാൻസും മുൻകൈയെടുത്ത് ലെബനാൻ പാർലമെന്റ് സ്പീക്കർ മുഖാന്തരം നടപ്പിലാക്കിയ വെടിനിർത്തൽ കരാർ ഇതാ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ലെബനാനിൽ വീണ്ടും ഇസ്രയേലിന്റെ വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നു. കരാർ പ്രാബല്യത്തിൽ വന്ന് ഒരാഴ്ച തികയും മുൻപാണ് ഈ കരാർ ലംഘനം എന്നത് സമാധാന ശ്രമങ്ങൾക്ക് ഇസ്രയേലിന് യാതൊരു താല്പര്യവും ഇല്ല എന്നതിൻ്റെ തെളിവ് കൂടിയായി മാറി. കഴിഞ്ഞ ദിവസം ലെബനനിലെ വ്യത്യസ്ത ആക്രമണങ്ങളിൽ ഒരു സ്റ്റേറ്റ് സെക്യൂരിറ്റി ഓഫീസർ ഉൾപ്പെടെ 11 പേരെ ഇസ്രയേൽ വധിച്ചു എന്ന വാർത്ത ലെബനാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും തുടർന്ന് ഹിസ്ബുള്ള ഇസ്രയേൽ സൈനിക ക്യാമ്പിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്തതോടെ ഉടമ്പടി കരാർ തള്ളപ്പെട്ടു കഴിഞ്ഞു എന്നത് വ്യക്തമാക്കിയിരിക്കുകയാണ്. ലെബനൻ ആരോഗ്യ മന്ത്രാലയം പറയുന്നതനുസരിച്ച് കുറഞ്ഞത് 9 പേരെങ്കിലും കൊല്ലപ്പെട്ട തുടർച്ചയായ വ്യോമാക്രമണങ്ങളിലൂടെ ഇസ്രയേൽ കരാർ ലംഘനം നടത്തി. ലെബനാൻ തങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന തർക്കപ്രദേശമായ ഖുഫാർ ചൗബയിലെ കുന്നുകളിലെ ഇസ്രയേൽ സൈനിക താവളത്തിന് നേരെ ആക്രമണം നടത്തി വെടിനിർത്തലിന്റെ ഇസ്രയേലിന്റെ ആവർത്തിച്ചുള്ള കരാർ ലംഘനങ്ങൾക്ക് ഹിസ്ബുള്ള പ്രതിരോധ പ്രത്യാക്രമണവും നടത്തിയതായി ഹിസ്ബുള്ളയും വ്യക്തമാക്കി. ലെബനനിൽ ഉടനീളം മാരകമായ വ്യോമാക്രമണം തന്നെ പിന്നീട് ഇസ്രയേൽ നടത്തിയിട്ടുണ്ട്. തെക്ക് സാധാരണക്കാർക്ക് നേരെ വെടിയുതിർത്തു. തലസ്ഥാനമായ ബൈറൂട്ടിൽ ഉൾപ്പെടെ ലെബനീസ് വ്യോമാതിർത്തിയിൽ ഡ്രോണുകളും ജെറ്റുകളും പറത്തൽ എന്നിവയും ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്ന ഇസ്രയേൽ ഉടമ്പടി ലംഘനങ്ങളിൽ ഉൾപ്പെടുന്നു എന്ന് ഹിസ്ബുള്ള പറഞ്ഞു. ഈ ലംഘനങ്ങൾ തടയാൻ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രമങ്ങൾ വിജയിക്കാത്തതിനാലാണ് ഞങ്ങളുടെ പ്രത്യാക്രമണങ്ങൾ ആരംഭിച്ചത് എന്ന് ഹിസ്ബുള്ളയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ നീക്കങ്ങൾ ഇസ്രയേലിനെ തടയാൻ കഴിയുന്ന രീതിയിൽ ഉള്ളതായിരുന്നില്ല. ഹിസ്ബുള്ളയാണ് ആദ്യം ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം. അതേസമയം ലെബനാൻ അതിർത്തി കടന്നുള്ള വ്യോമാക്രമണമാണ് തുടക്കമെന്ന നിലപാടിലാണ് ഹിസ്ബുള്ള നിൽക്കുന്നത്. തെക്കൻ ലെബനാനിലെ ഹാരിസിൽ 5 പേരും ലൗസയിൽ 4 പേരും കൊല്ലപ്പെട്ടതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പിന്നീട് 3 പേരും കൊല്ലപ്പെട്ടു. ലെബനനിൽ 4000-ഓളം ആളുകൾ കൊല്ലപ്പെട്ട വിനാശകരമായ യുദ്ധം അവസാനിപ്പിച്ച വെടിനിർത്തലിന്റെ ദുർബലതയാണ് പുതിയ ആക്രമണം സൂചിപ്പിക്കുന്നത്. ഇസ്രയേലിനെ പ്രതിരോധിക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ ഹിസ്ബുള്ള കനത്ത ആക്രമണത്തിന് മുതിർന്നാൽ മുൻപത്തേതിലും ശക്തമായ പ്രത്യാക്രമണങ്ങൾ നടക്കും. ഈ ആക്രമണങ്ങൾക്ക് ഹിസ്ബുള്ള കോപ്പുകൂട്ടിയേക്കുമെന്ന ആശങ്ക ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസികൾക്കുമുണ്ട്. നേരത്തെ ഇസ്രയേലിലെ തന്ത്രപ്രധാന മേഖലകളിലേക്കും മറ്റും നിരന്തരമായി ഹിസ്ബുള്ള അവരുടെ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. തുടർച്ചയായി ഈ ആക്രമണങ്ങൾ നടന്നതോടെ ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ ആവാം എന്ന ഇസ്രയേൽ തന്നെ മുൻകൈ എടുത്തുകൊണ്ടാണ് അമേരിക്കയോട് പദ്ധതി അവതരിപ്പിക്കുന്നത്. ഒടുവിൽ അമേരിക്കയും ഫ്രാൻസും ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയാണ് വെടിനിർത്തൽ. എന്നാൽ ഏത് സാഹചര്യത്തിലാണ് വീണ്ടും ഇസ്രയേലിന്റെ പ്രകോപനം എന്നത് വ്യക്തമല്ല. ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണത്തിൽ തെക്കൻ ജില്ലയായ നെബാത്തിയിൽ ഇസ്രയേൽ റോക്കറ്റ് ഓഫീസർ മെഹദി ഖെയ്സിനെ വധിച്ചതായി ലെബനൻ സ്റ്റേറ്റ് സെക്യൂരിറ്റി ഏജൻസി തിങ്കളാഴ്ച വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങളുടെ സൈനിക തലവന്മാരിൽ ഒരാൾ കൊല്ലപ്പെട്ടാൽ ഇസ്രയേൽ വെറുതെ ഇരിക്കുമോ എന്ന് കണ്ടറിയുക തന്നെ വേണം. ലക്ഷക്കണക്കിന് ആളുകൾ കുടിയൊഴിപ്പിക്കപ്പെട്ട ശേഷം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ അവരെല്ലാം അവരുടെ വീടുകളിലേക്ക് മടങ്ങിയിരുന്നു. വെടിനിർത്തലിന് ശേഷം ലെബനനിലെ ജീവിതം പുനരാരംഭിക്കാൻ തുടങ്ങിയ ശേഷമുള്ള ആക്രമണം തിരികെ എത്തിയ ഈ സാധാരണക്കാരെ വീണ്ടും ഭയപ്പെടുത്തിയിരിക്കുകയാണ്. അവരിനിയും പലായനം ചെയ്യേണ്ടി വരുമോ എന്നതും കണ്ടറിയണം. ഗസയ്ക്കെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേലിൽ സമ്മർദ്ദം ചെലുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ലെബനീസ് സംഘം മാസങ്ങളായി വടക്കൻ ഇസ്രയേലിലെ ഇസ്രയേൽ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടിരുന്നത്. ഹിസ്ബുള്ളയുടെ ഉന്നത സൈനികരെയും രാഷ്ട്രീയ നേതാക്കളെയും യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇസ്രയേൽ വധിക്കുകയും ചെയ്തിരുന്നു. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ള ഉൾപ്പെടെ കൊല്ലപ്പെട്ടു. തെക്കൻ കിഴക്കൻ ലെബനാൻ ബൈറൂട്ട് പ്രാന്തപ്രദേശങ്ങളായ ദാഹിയെ
ഹിസ്ബുള്ള പ്രചാരണത്തിലുള്ള പ്രദേശങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് ലെബനനിൽ ഉടനീളം ആയിരക്കണക്കിന് കെട്ടിടങ്ങളും വീടുകളും നിരപ്പാക്കുകയും ചെയ്തു. എന്നിട്ടും ഹിസ്ബുള്ള വടക്കൻ മധ്യ ഇസ്രയേൽ എന്നിവിടങ്ങളിൽ റോക്കറ്റ് ആക്രമണം തുടർന്നു. ലെബനൻ പ്രദേശത്തേക്ക് കടന്ന ഇസ്രയേൽ സൈനികർക്ക് കനത്ത നഷ്ടം വരുത്തിയതായും സംഘം പറഞ്ഞു. 60 ദിവസത്തിനകം ലെബനനിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിൻവാങ്ങണമെന്നും ഹിസ്ബുള്ള ഇസ്രയേൽ അതിർത്തിയിൽ നിന്ന് ലിത്താനി നദിയുടെ വടക്ക് ഭാഗത്തേക്ക് നീങ്ങണമെന്നും അമേരിക്കയും ഫ്രാൻസും ഇടനിലക്കാരായ ഉടമ്പടിയിൽ വ്യവസ്ഥ ചെയ്തിരുന്നു. ആ 2 മാസത്തിനുള്ളിൽ ലെബനൻ സൈന്യം തെക്കൻ ലെബനനിലേക്ക് വിന്യസിക്കപ്പെടും എന്നിങ്ങനെയായിരുന്നു കരാർ ഉണ്ടായിരുന്നത്. ഈ കരാർ ലംഘിക്കപ്പെട്ടതോടെ വീണ്ടും പ്രത്യാക്രമണങ്ങൾ ആരംഭിക്കുകയാണ്. ഒരുപക്ഷെ മുൻപത്തേതിനേക്കാൾ ശക്തമായതോ അതല്ലെങ്കിൽ അതിൻ്റെ തോതിനനുസരിച്ചോ മറ്റോ. സിറിയയ്ക്ക് നേരെ പഴയ വിമതന്മാരെ മുൻനിർത്തി പാശ്ചാത്യ രാജ്യങ്ങൾ വീണ്ടും ആക്രമണങ്ങൾ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ലക്ഷ്യം വ്യക്തമായിരുന്നു. ഒരിക്കലും സമാധാനത്തോടെ പശ്ചിമേഷ്യ മുന്നോട്ട് പോകരുതെന്ന പാശ്ചാത്യ ശക്തികളുടെ ഹിഡൻ അജണ്ടകൾ നടപ്പിലാക്കുമ്പോൾ തന്നെ ഈ കരാർ എത്രമാത്രം മുന്നോട്ട് പോകുമെന്ന് നാം പറഞ്ഞിരുന്നു. അതുതന്നെ സംഭവിച്ചു. Waytonikah.com, the exclusive Muslim matrimonial site.